everybody, welcome back to my channel. So today njan share ചെയ്യുന്ന ഈ video is going to be quite an elaborate video ആയിരിക്കും. കാരണം നിങ്ങൾ ഫ്രീക്വന്റ്ലി ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ റീസൺ ഇസ് ബിക്കോസ് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ സിമിലർ ആണ്, കുറേയൊക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവർക്കും കൂടെ ഒരു ഞാൻ പലവരെയും റിപ്ലൈ ബാക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേരും ഇപ്പോഴും പെൻഡിങ് ആണ്, ഐ നോ. ആൻഡ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ കഴിവതും ഇൻസ്റ്റയിൽ അധികം മെസ്സേജസ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഇറ്റ് ഗോസ് ഇൻ ടു അതർ ഫോൾഡേഴ്സ് ആൻഡ് അതെല്ലാം കൂടെ ജാം പാക്ഡ് ആവും ആൻഡ് ഫുൾ അപ്പ് ആയതിനു ശേഷം പിന്നെ യുവർ മെസ്സേജസ് വോണ്ട് കം ത്രൂ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ് ഇമെയിൽ മീ ഓൺ മൈ മെയിൽ ID. I'll put it in the description. I'll put it now somewhere over there also so that you guys can email me your queries regarding physiotherapy related queries. Okay, so we'll get started. The first question is going to be a very common ആയിട്ടുള്ള ഒരു question ആണ്. First one is that physiotherapy എന്നുള്ളൊരു occupation നമ്മുടെ occupation shortage ലിസ്റ്റിൽ, വർക്ക് ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ in UK? No. The answer is a straight no. It has not yet come in shortage occupation. The only way possible is നമുക്കൊരു എംപ്ലോയറിനെ കണ്ടെത്താൻ സാധിച്ചാൽ, Tier 2 വിസ വഴി വരാൻ സാധിച്ചാലേ ഉള്ളൂ. പിന്നെ ഹാവിംഗ് സെഡ് ദാറ്റ്, ഈ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത മറ്റൊരു ഫിസിയോതെറാപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഫസ്റ്റ് കോണ്ടാക്ട് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള. പക്ഷെ അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ലൈക്ക് ബാൻഡ് 7, ബാൻഡ് 8A, MSK എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, വാലിഡ് ആയിട്ട് നിലവിൽ ഒരു HCPC രജിസ്ട്രേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റിന് മാത്രമേ അവർ പ്രെഫറൻസ് കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് വൺ. The second is, inside the European Union, oru candidate is not available for that post, ennal maatrame they are taking up a chance of recruiting somebody, but they are open for free recruitments ennanu aa post il avaru koduthittulladu. Under that post they have given up their it is not like you might not pass an interview അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആവത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു HCPC രജിസ്ട്രേഷൻ ഇപ്പം വാലിഡ് ആയിട്ടുണ്ട് ആൻഡ് യു ആർ വില്ലിംഗ് ടു ഫ്ലൈ ഇൻ ഫാസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇഫ് യു ആർ വെരി മച്ച് എലിജിബിൾ, അവർ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ CV നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മേ ബി നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമായിരിക്കാം ടു കം ത്രൂ. ഐ എം നോട്ട് മേക്കിംഗ് എനി വൺ ഡിസപ്പോയിന്റഡ് ഓവർ ഹിയർ. പക്ഷേ everyone was asking me, കുറേ പേരുടെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, why am I putting up HCPC രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ഓൺ മൈ ചാനൽ എന്ന്. ലെറ്റ് മീ റിമൈൻഡ് യു, ഞാൻ ഈ ചാനൽ ഫോർ ഫിസിയോസിന്, അസ്പയറിംഗ് ഫിസിയോസ് ഹു ആർ വാണ്ടിങ് ടു കം ടു ദ UK, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ബേസിക്കലി ബിക്കോസ് FBയിൽ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു റിഗാർഡിംഗ് ഇഫ് ഐ എം വർക്കിംഗ് ഇൻ ദ UK ഓർ ഐ എം സ്റ്റഡിങ് ഫോർ ഫിസിയോതെറാപ്പി ഇൻ ദ UK. ഫസ്റ്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ ദ UK. ഞാൻ Tier 2 വിസയിലാണ്. ഐ ആം വർക്കിംഗ് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് അത് കാരണം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, how is it possible for those physios to come over in the UK and work. അപ്പൊ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓൾസോ ഐ വാസ് ഓൾസോ ഫോക്കസിങ് ഓൺ സ്റ്റുഡന്റ് visas, especially those who want to come over here, study courses related to physiotherapy. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റ്സ് നോക്കുമല്ലോ. എന്തായാലും നമ്മൾ UK ജോലി ചെയ്യാനായിട്ടായിരിക്കും മിക്കവരും UK മാസ്റ്റേഴ്സ് എടുക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അങ്ങനെയുള്ളവർക്ക് ആ സമയത്ത് ഒരു വാലിഡ് HCPC രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ യു ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് എ ജോബ് വേക്കൻസി, ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ ദാറ്റ് യു ഹാവ് ടു പാസ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ HCPC രജിസ്ട്രേഷന്റെ കാര്യം ഫസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. So many of you people were messaging me about HCPC registration ഉണ്ടെങ്കിലും ഇപ്പൊ ഷോർട്ടേജ് occupation അല്ലാത്തത് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. Then still why am I focusing on it? I am focusing on it for international students who are doing courses related to physiotherapy here. So I'm not saying that നമ്മുടെ occupation ഒരിക്കലും ഷോർട്ടേജ് ലിസ്റ്റിൽ കയറത്തില്ല. I'm not saying that. It might get into the shortage list in the near future because there are enough vacancies, more than enough vacancies over here. But the thing is, they're not ready to recruit and bring up a fund just like if a nurses in the shortage vannappathekku they have an ample amount of fund for recruiting nurses. That is why they're doing it.
അപ്പൊ അതേ ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വന്നാൽ മാത്രമേ they will start doing that for physios also. If they don't find enough physios, more than enough physios inside the European Union അല്ലെങ്കിൽ in UK, എന്നാൽ മാത്രമേ they will start recruiting also. So that is, I'm just clarifying, okay? So if you feel disappointed about this, please don't feel disheartened, because wherever you are, if you really want to do a master's or maybe upgrade your skills and do some course over here, then do go for that route. And പ്ലേസ്മെന്റ്സിന്റെ കാര്യം ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് HCPC രജിസ്ട്രേഷൻ എടുത്താലും മതി, and then you can maybe get up a job over here. It is easy എന്ന് ഞാൻ പറയുന്നില്ല, but it is possible. This is one of the possible ways out എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. HCPC രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ വെക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അവർ ഇന്ന ഡോക്യുമെന്റ്സ് മാത്രമേ, അതെന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 10 ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന ഡോക്യുമെന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ബാക്കി ഇന്റേൺഷിപ്പ് ഡോക്യുമെന്റ്, ബാക്കി ട്രാൻസ്ക്രിപ്റ്റ്, സിലബസ്, വാട്ട് എവർ വി കീപ്, ഇതെല്ലാം നമ്മൾ ഈ രജിസ്ട്രേഷൻ മെയിൻ ഫോമിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. ഒരിക്കലും ഒരൊറ്റ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും ഒറിജിനൽ ഡോക്യുമെന്റ് വെക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ വെക്കരുത്. കാരണം അവർ ഒറിജിനൽസ് ഡിസ്കാർഡ് ചെയ്യും ആഫ്റ്റർ ദയർ പ്രോസസ്സിംഗ് എന്ന് അവർ കൃത്യമായിട്ട് ഗൈഡ് ലൈൻസിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ നെവർ ഗോ ഫോർ ദാറ്റ്, നെവർ ഡു ദാറ്റ്, ബിക്കോസ് വൺസ് യു ഗിവ് ഇറ്റ് ടു ദം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിസ്കാർഡഡ്. ദാറ്റ് ഈസ് വാട്ട് ദേ ഹവ് ക്ലിയർലി സെഡ്. സോ ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങൾ ഒറിജിനലിന്റെ ഒരു കളർ കോപ്പിയോ എങ്ങനെയാന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് ഒരുമിച്ച് വെച്ചാൽ മതി വിത്ത് ദി അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. Then the next thing was, after coming over here about placements, yes, you will നിങ്ങൾക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്കിൽസ്. നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ, നിങ്ങളുടെ അനലിറ്റിക്കൽ പ്രാക്ടിക്കൽ സ്കിൽസ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും you will be shortlisted for a job interview in the NHS. അപ്പം നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ചും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചും നിങ്ങളുടെ കേപ്പബിലിറ്റീസ് അനുസരിച്ചുമാണ് നിങ്ങൾക്കൊരു പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആവോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ട്രൈ ഫ്രം യുവർ സൈഡ്. That is all that I can say now. And the next is about student placements ne patti kore പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ പ്ലേസ്മെന്റ്സ് എങ്ങനെ ആയിരിക്കും, നിങ്ങളുടെ റൊട്ടേഷൻസ് അഥവാ നിങ്ങളുടെ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ പ്രാക്ടിക്കൽ അവേഴ്സ് എങ്ങനെ ആയിരിക്കും. സോ ദർ ഇസ് എത്രയോ അവേഴ്സ് നിങ്ങൾ കവർ ചെയ്യണമെന്നാണ്. ഐ എം ആൻസറിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. എത്രയോ അവേഴ്സ് നിങ്ങൾ കവർ ചെയ്യണമെന്നാണ്. ആൻഡ് ഐ ക്യാൻ ഗിവ് യു മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ഇൻ ദ കമ്മിങ് വീക്സ്. I'll tell you the reason about that also, why I can give you in detail in that I'll reveal it some other time in a couple of weeks time. Okay, so placement കാര്യം ഞാൻ ആ സമയത്ത് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. പിന്നെ yeah, I guess I've pretty much covered so many of your questions. There was HCPC ആയിരുന്നു the main question. Occupation shortage list ഇല്ല എന്നുള്ള ഒരു കാര്യം, that was the second thing. The documents നമ്മൾ വെക്കുമ്പോൾ എങ്ങനെയായിരുന്നു, that is the third thing. And there were so many of you were also asking about IELTS. മാൻഡേറ്ററി അല്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട്, മാൻഡേറ്ററി ആണെന്ന് കുറെ പേര് പറയുന്നുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ എപ്പോഴും പ്രോപ്പർ ചാനലിലൂടെ വരാൻ മാത്രമേ ശ്രമിക്കാവൂ. ഡോണ്ട് ഗോ ഫോർ ഷോർട്ട് കട്ട്സ്. അപ്പം ഇഫ് ദേ ആർ സേയിങ് ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ യുവർ യൂണിവേഴ്സിറ്റി, ഇൻ യുവർ കോളേജ് വാസ് ഇംഗ്ലീഷ് എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇനഫ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഷോ ദാറ്റ് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. If they have responded back to you in that way, go for that. If they have not said anything about it even after so many emails from your side, then it is better that you go for IELTS academic വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ രജിസ്ട്രേഷന്, because I have had a couple of you, I think 4 of you saying that general is enough. I won't recommend that, but if that is enough, and if they are saying, if HCPC is saying that IELTS general madi, avarkku score atrayum madi ennu parayunnundengil,
I cannot say anything more than that. But as far as I know, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കൺവേ ചെയ്തതെല്ലാം കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. But if you say that they are saying, and if you have proof enough that they are saying general is fine, go for that. Okay. Then what was the other question? Yeah, I've pretty much answered all of your general questions. And നിങ്ങൾ ഇനി പോസ്റ്റ് അയച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ HCPC ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പോസ്റ്റും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും നിങ്ങൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് യു സ്റ്റിൽ തിങ്ക് ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടില്ല, ഡോണ്ട് വറി, ഡോണ്ട് സ്ട്രെസ്, ഡോണ്ട് പാനിക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് എന്തുണ്ടെങ്കിലും ദേ വിൽ കോൺടാക്ട് യു വയ ഇമെയിൽ. സോ മേക്ക് ഷുവർ നിങ്ങളുടെ ഇമെയിൽസ് നിങ്ങൾ ഏത് ഇമെയിൽ ID ആണ് ആ ആപ്ലിക്കേഷൻ ഫോമിൽ വെച്ചിട്ടുള്ളത്, മേക്ക് ഷുവർ ദാറ്റ് യു കീപ് ചെക്കിംഗ് every day you check your emails for about 4 to 5 times at least, so that അവർ എന്ത് വിട്ടിട്ടുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ അവർ കോൺടാക്ട് ചെയ്തു, സ്ക്രൂട്ടനി സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. when the investigation is going on, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിനെ അവർ കോൺടാക്ട് ചെയ്തു, and if the university is not responding back, that has happened with me. and യൂണിവേഴ്സിറ്റി മാത്രമല്ല, നമ്മുടെ മെമ്പർഷിപ്പ് നമ്മൾ വെച്ചിരിക്കുന്ന ഏത് യൂണിയൻ ആണ്, ഫോർ എക്സാമ്പിൾ കേരളയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ KAPC മെമ്പർഷിപ്പ് കാര്യം നിങ്ങൾ വെച്ചിട്ടുണ്ട്, and they're not replying back എന്നുണ്ടെങ്കിൽ the HCPC will actually contact you guys and tell you to contact your membership or your council, your union ആളുകളെ, അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് എത്രയും വേഗം അറ്റ് ദി ഏർലിയസ്റ്റ് തിരിച്ച് HCPCന് റെസ്പോണ്ട് ചെയ്യാൻ, അവരുടെ മെയിലിന് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അത് പറ്റിയിട്ടുണ്ട്. സോ ഇഫ് ദേ ഹാവ് എ ഫീലിംഗ് that your application is lacking something, supporting documents or എന്ത് കാര്യം ലാക്ക് ചെയ്താലും they will contact you. So don't worry about it, don't stress about it, just wait for them to reply back. Okay, അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനുള്ളായിരുന്നു. I hope നിങ്ങൾ എല്ലാവരും I wouldn't suggest all physiotherapists to go and get your HCPC registration. ഞാൻ ഒരിക്കലും അത് പറയുന്നില്ല, ഞാൻ അതെങ്ങും പറഞ്ഞിട്ടുമില്ല. If you feel that you want to go with a student visa, come over here, and if you want to go forward and work in the UK, എന്നാൽ മാത്രമേ നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ദാറ്റ് ഓൾ നിങ്ങൾ എല്ലാ ഫിസിയോസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ചെന്ന് ഉടനെ രജിസ്ട്രേഷൻ എടുക്കാൻ ഞാൻ I won't suggest that to anyone. Okay, and I'm not promoting anyone also over here, so please don't take it in that level. Okay, so thank you all guys for your emails, and I hope I'm doing enough justice by helping you all. Thank you all, God bless.